Hi all, welcome to this video. In this video, I will explain Q data structure. നമ്മൾ സ്റ്റാക്ക് ഡാറ്റ സ്ട്രക്ചർ എങ്ങനെ ഡിസ്കസ് ചെയ്തു, അതുപോലെ തന്നെയാണ് ക്യൂ ഡാറ്റ സ്ട്രക്ചറും. സ്റ്റാക്കിൻ്റെ ഉള്ള ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ ടേക്സ് പ്ലേസ് അറ്റ് വൺ ആൻഡ് ഓൺലി. അതിൻ്റെ പറയുന്നതാണ് ടോപ്പ്. പക്ഷെ ക്യൂവിൽ അങ്ങനെയല്ല, ക്യൂവിൽ രണ്ട് എൻഡ് ഉണ്ട്. നമ്മുടെ നോർമൽ റിയൽ ലൈഫിൽ നമ്മൾ ക്യൂ നിൽക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സർവീസ് ഇവിടെ ഉണ്ടാവും. ഈ സർവീസ് കിട്ടാൻ വേണ്ടി ഓരോരുത്തരും ഇങ്ങനെ ക്യൂ നിൽക്കും. ഇതിൽ ഫസ്റ്റ് വന്നാല് നമ്മൾ ക്യൂ നിൽക്കാന്ന് വെച്ചാൽ നമുക്കറിയാം ബാക്കിക്കോടെ ആണ് നമ്മൾ ആൾക്കാർ ഇൻസേർട്ട് ചെയ്ത് പോവുക. ഇങ്ങനെയായിരിക്കും ആൾക്കാർ ഇൻസേർട്ട് ചെയ്ത് പോവുക. ഇനി ഒരു സർവീസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾ ഫ്രണ്ട്, ഇതാണ് ടോപ്പ്, നമ്മൾ ഫ്രണ്ട് എന്ന് പറയും, ഇത് ഫ്രണ്ട് എന്ന് പറയും, ഇതിനെ ബാക്ക് എന്ന് പറയും. ഇയാൾ ഇവിടെ നിന്ന് റിമൂവ് ചെയ്ത് പോകും, അതായത് പിന്നെ ഇയാൾ ഇവിടെ നിന്ന് റിമൂവ് ചെയ്യും. ഇതിൻ്റെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾ ഇവിടെ നിന്ന് റിമൂവ് ചെയ്യും. അതായത് ആരാണ് ഫസ്റ്റ് വന്നത് അയാളുടെ സർവീസ് ആദ്യം കഴിയും. പക്ഷെ നമ്മൾ സ്റ്റാക്കിൽ പറഞ്ഞത് എങ്ങനെയാ, ആരാണോ ലാസ്റ്റ് വന്നത് അയാളുടെ സർവീസാണ് ഫസ്റ്റ് കഴിയുക. ക്യൂവിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് വന്ന ആൾ, അതായത് ഫസ്റ്റ് ഇൻ ചെയ്ത ആള് ഫസ്റ്റ് പോവും, ഫസ്റ്റ് ഔട്ടാണ്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, അല്ലെങ്കിൽ ലാസ്റ്റ് ഇൻ ലാസ്റ്റ് ഔട്ട് ആണ് ക്യൂ ഡാറ്റ സ്ട്രക്ചർ. Q is a collection of homogeneous data elements. Homogeneous same type data elements in the collection ആണ് Q, where insertion and deletion takes place at two ends. അതിൽ ഈ ഒരു ഫ്രണ്ട്, ഇതിന് നമ്മൾ ഫ്രണ്ട് എന്നാണ് പറയുക. അങ്ങനെ ഫ്രണ്ടിൽ കൂടെയാണ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് പോകുന്നത്, ബാക്കിൽ കൂടെയാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് പോകുന്നത്. ഇതിന് റയർ എന്ന് പറയും. അങ്ങനെ രണ്ട് പോയിന്റ്സുകളുണ്ട്, ഫ്രണ്ട് ആൻഡ് റയർ. നമ്മൾ ബാക്കിൽ കൂടെ ഇൻസേർട്ടേഷൻ നടക്കും, ഫ്രണ്ടിൽ കൂടെ ഡിലീഷൻ നടക്കും. ഇവിടെ ഇൻസേർഷനും ഡിലീഷനും ഒരു ഓപ്പറേഷൻ ഉണ്ട്, രണ്ട് ഓപ്പറേഷനാണ് മെയിൻ ആയിട്ടുള്ളത്, ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ. ഇൻസേർഷന് പറയുന്ന പേരാണ് NQ, ഇൻസേർഷൻ ഓപ്പറേഷന് NQ എന്ന് പറയും. ഡിലീഷൻ ഓപ്പറേഷന് പറയുന്നതാണ് DQ. ഇൻസേർഷൻ NQ, ഡിലീഷന് DQ. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്, അതായത് ഫസ്റ്റ് വന്ന ആൾക്ക് ഫസ്റ്റ് സർവീസ് കിട്ടും, ലാസ്റ്റ് വന്ന ആൾക്ക് ലാസ്റ്റ് സർവീസ് കിട്ടും. പിന്നെ ഈ ഒരു ക്യൂവിൻ്റെ ഉള്ളിൽ നമ്മൾ സർവീസ് കിട്ടുമ്പോൾ നമ്മൾ ശരിക്കും സർവീസ് ഇങ്ങോട്ടേക്കാണ് വരുന്നത്. അതായത് എക്സാമ്പിൾ വഴി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇപ്പം ഇയാൾ ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് ഇയാൾ ഷിഫ്റ്റ് ചെയ്യുന്നില്ല. നോർമൽ ക്യൂവിൽ വെച്ചാൽ നമ്മളിങ്ങനെ വരി നീങ്ങി പോകും. അങ്ങനെ ഒരു നീങ്ങി പോണ ഒരു ഐഡിയ ഇതിൻ്റെ ഉള്ളിൽ ഇല്ല. അപ്പം ഈ ഒരു ക്യൂ നമുക്ക് രണ്ട് രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. സ്റ്റാക്കിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ രണ്ട് രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് എന്താ പറയാൻ നിൽക്കുന്നത്, അറേ മെക്കാനിസം. അറേ യൂസ് ചെയ്തിട്ട് ക്യൂ ഇംപ്ലിമെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ലിങ്ക്ഡ് ലിസ്റ്റ് യൂസ് ചെയ്തിട്ട് ക്യൂ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അറേ യൂസ് ചെയ്തിട്ട് ക്യൂ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അതൊരു ഫിക്സഡ് ആണ്. അപ്പം നമ്മൾ പറഞ്ഞു ഒരു റൂമിൽ ഒരു 100 പേര്, അത്ര പേര് ക്യൂ നിൽക്കാം. അത്രയും, അല്ലെങ്കിൽ നമ്മൾ ക്യൂ നിൽക്കേണ്ട അവിടെ 100 പേര് പറ്റുള്ളൂ. നമ്മളിപ്പോൾ വാക്സിൻ എടുക്കുന്ന സമയത്ത് ടോക്കൺ കൊടുക്കും, അതായത് ഇത്രയും പേർക്കേ ഉള്ളൂ. നമ്മളവിടെ ക്യൂ നിൽക്കുന്നുണ്ടെങ്കിൽ ഇത്രയും ടോക്കൺസ് ഉള്ളൂ. അപ്പം അതുപോലെ തന്നെ ഇവിടെ ക്യൂ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഫിക്സഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രേ പറ്റുള്ളൂ. ഇപ്പം ഈ ഒരു അറേ എടുക്കുകയാണെങ്കിൽ ഈ അറയിൽ 1 2 3 4 5 6 ഇൻഡെക്സ്, നമ്മൾ 1 ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്, 0 തൊട്ടല്ല 1 തൊട്ട്. ഇപ്പം ഇവിടെ ഡിലീറ്റ് ചെയ്ത് പോകുന്നത് ഫ്രണ്ടിൽ കൂടെ ഡിലീഷൻ നടക്കും, ഇൻസേർഷൻ ഇതിൽ കൂടെ ഇൻസേർഷൻ നടക്കും, അതായത് റയർ, ബാക്കിന് പറയുന്നത് ഇവിടെ റയർ. ഇപ്പം ഫ്രണ്ടിൽ കൂടെ ഡിലീഷനും ബാക്കിൽ കൂടെ ഇൻസേർഷനും, ഇങ്ങനെയാണ് അറേയിൽ നടക്കുന്നത്. നമ്മൾ സ്റ്റാക്കിൽ യൂസ് ചെയ്തപ്പോൾ ഒരു എൻഡ് ഉണ്ടായിരുന്നുള്ളൂ, ടോപ്പിൽ കൂടെ തന്നെ ഇൻസേർഷനും ടോപ്പിൽ കൂടെ തന്നെയായിരുന്നു ഡിലീഷനും. പക്ഷേ ക്യൂവിൻ്റെ ഉള്ളിൽ ഫ്രണ്ടിൽ കൂടെ ഇൻസേർഷനും ഫ്രണ്ടിൽ കൂടെ ഡിലീഷനും ബാക്കിൽ കൂടെ ഇൻസേർഷനും. ഇനി ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ട് കുറേ ഇൻസേർട്ട് ചെയ്തിട്ടും കുറേ ഡിലീറ്റ് ചെയ്തിട്ടും അപ്പോൾ ക്യൂവിൽ എന്താണ് ചേഞ്ചസുകൾ നടക്കാറ്, എൻ്റെ വാല്യൂ എന്താവും, ഫ്രണ്ടിൻ്റെ വാല്യൂ എന്താവും, എങ്ങനെയാണ് ചേഞ്ചസ് നടക്കുന്നത് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിൽ അറേ വെച്ചിട്ട് എങ്ങനെ ക്യൂ ഇംപ്ലിമെൻറ്റ് ചെയ്യാം, ഇൻസേർഷൻ്റെ ഡിലീഷൻ്റെ അൽഗോരിതം നമുക്ക് ഡിസ്കസ് ചെയ്യാം.
ഈ ഒരു അറേയിൽ മാക്സിമം 5 എലമെൻറ്റ്സ് വരെ നമുക്ക് സ്റ്റോർ ചെയ്യാം. അതായത് അറേ ആകുമ്പോൾ ഒരു ഫിക്സഡ് സൈസ് ഉണ്ടാകും. ഇപ്പോൾ ലോവർ ഇൻഡെക്സ് 1 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 0 അല്ല. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൻ്റെയും റിയലിൻ്റെയും വാല്യൂ ചേഞ്ച് ആകും. നമ്മൾ ടോപ്പ് നമ്മൾ ഇനീഷ്യലി 0 ആയിരുന്നു സെറ്റ് ചെയ്തത്, കാരണം ഇൻഡെക്സ് 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ തന്നെ ഇനീഷ്യലി ഐറ്റം ഒന്നും ഇല്ല, അറേ എംപ്റ്റി ആയിട്ടാണ് കിടക്കണേ. അങ്ങനെയാണെങ്കിൽ ഫ്രണ്ടിൻ്റെ വാല്യൂ ഇനീഷ്യലി 0 ആയിരിക്കും, റെയറിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഇതിൽ ഇൻഡെക്സ് ഒന്നും അല്ലാത്തത്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇൻ കേസ് അറേയുടെ ഇൻഡെക്സ് 0 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഈക്വൽ ടു -1ഉം റെയർ ഈക്വൽ ടു -1ഉം ആയേനെ. പക്ഷെ ഇവിടെ ഈ ഒരു അറേയിൽ ഇൻഡെക്സ് 1 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി NQ മീൻസ് ഇൻസേർഷൻ. ഇൻസേർഷൻ ആണ് നമ്മൾ നടക്കുന്നത്. ഇൻസേർഷൻ നടക്കാൻ നമുക്കറിയാം ബാക്കിക്കോടെയാണ് ഇൻസേർട്ട് ചെയ്ത് പോണത്. ഇവിടെ ബാക്കിക്കോടെ ഇവിടെ എല്ലാം ഇൻസേർട്ട് ചെയ്യുന്നത് ഇൻഡെക്സ് ലോവർ ഇൻഡെക്സിലാണ് ഇൻസേർഷൻ നടക്കുന്നത്. ഇവിടെ ഐറ്റം ഒന്നും ഇല്ല, ഐറ്റം ഒന്നുമില്ലെങ്കിൽ ഇവിടെ 5 ഇൻസേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ 1 തന്നെ ഇൻസേർട്ട് ചെയ്യാം, ഫസ്റ്റ് ആളായിട്ട് തന്നെ ലിസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ബാക്കിൽ തന്നെ പോയി നിൽക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഇപ്പോൾ റൂമിൻ്റെ സൈസുള്ള ക്യൂ ആണെങ്കിൽ ഏറ്റവും ബാക്കിലെല്ലാം പോയി നിൽക്കുക, നമ്മൾ ഏറ്റവും ആരും ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ഫ്രണ്ടിൽ പോയിട്ട് നിൽക്കും. ഇപ്പം ഇൻസേർഷൻ നടക്കുന്നത് റെയറിന് എന്ന പോയിന്റിൽ കൂടെയാണ് ഇൻസേർഷൻ നടക്കുക. അപ്പം ആദ്യം തന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റെയറിൻ്റെ ഇനീഷ്യൽ വാല്യൂ 0 ആണ്, ഈ 0ന് ഇൻക്രിമെന്റ് ചെയ്യും. ബാക്ക് മീൻസ് ഇപ്പം ആരാണ് ഉള്ളത്, ക്യൂവിൽ ആരാണ് നിൽക്കുന്നത്, അവരുടെ ബാക്കിൽ പോയിട്ട് ഇൻസേർഷൻ നടക്കണം. അതാണ് ബാക്കിക്കോടെ ഇൻസേർഷൻ എന്ന് പറയുന്നത്. ഫ്രണ്ട് മീൻസ് ഫ്രണ്ടിൽ ഏറ്റവും ഫസ്റ്റ് നിൽക്കുന്ന ആളെ ഡിലീറ്റ് ചെയ്ത് പോകണം. ഇപ്പോൾ 3 പേര് നിൽക്കേണ്ടത് 3 പേരുടെ ബാക്കിലായിട്ട് ഇൻസേർഷൻ നടക്കണം. ഇപ്പം ഇനീഷ്യൽ ഇവിടെ ആരും ഇല്ലെങ്കിൽ റെയറിൻ്റെ വാല്യൂ 0 ആയിരുന്നു. ആദ്യം റെയർ ഇൻക്രിമെന്റ് ചെയ്യും, റെയർ ഇൻക്രിമെന്റ് ചെയ്തിട്ട് 1 ആവും. ദെൻ A1ലേക്ക് 10 ഇൻസേർട്ട് ചെയ്യും. ഫ്രണ്ടിന്റെ വാല്യൂ എന്തായിരിക്കും? ഫ്രണ്ടിന്റെ വാല്യൂ ഇപ്പം നമ്മൾ ഇതിന് ശേഷം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ ഐറ്റം ഒന്നുമില്ല, ആദ്യം തന്നെ ഇനീഷ്യൽ സ്റ്റേറ്റ് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇൻസേർഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിന്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യണം, ഫ്രണ്ടിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്തിട്ട് 1 ആക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഫ്രണ്ടിന്റെ വാല്യൂ 0 എന്ന് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഒന്നുമില്ല എന്നായിരിക്കും അർത്ഥം. പക്ഷെ ഇപ്പൊ ഫ്രണ്ടിന്റെ വാല്യൂ 1 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യുന്നത് ഈ 10 നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ ഇനീഷ്യലി ഐറ്റം ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ റെയറിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യണം, ഫ്രണ്ടിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യണം. നെക്സ്റ്റ് കേസ് നോക്കാം. NQ മീൻസ് ഇൻസേർഷൻ. 15 ആണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഓൾറെഡി ഇതിൽ 10 ഓൾറെഡി ഉണ്ട്, ഈ ഒരു അറേയിൽ 15 ഇൻസേർട്ട് ചെയ്യണം. 15 ഇൻസേർട്ട് ചെയ്യുമ്പോൾ ബാക്കി കൂടെയാണ്, റയറിൻ്റെ അവിടെയാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഓൾറെഡി 1ൽ 10 ഉണ്ട്. റയർ ഇൻക്രിമെന്റ് ചെയ്യുക. ഇൻസേർട്ട് ചെയ്യുമ്പോൾ ആദ്യം റയർ ഇൻക്രിമെന്റ് ചെയ്യുക. ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് റയർ ഇൻക്രിമെന്റ് ചെയ്യുക. ദെൻ A2ലേക്ക് 15 ഇൻസേർട്ട് ചെയ്യാം. ഫ്രണ്ടിന്റെ വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ നമ്മൾ ചേഞ്ച് ചെയ്ത് ഇനീഷ്യലി എംപ്റ്റി ആയിരുന്നു. എംപ്റ്റി ആകുമ്പോഴാണ് നമ്മൾ ഫ്രണ്ടിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ എംപ്റ്റി അല്ല, നമ്മൾ ഓൾറെഡി ഫ്രണ്ടിൽ ഒരു പൊസിഷൻ ചെയ്തിട്ടുണ്ട്, ഇതാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ടത് നമുക്കറിയാം. അപ്പോൾ ഫ്രണ്ടിന്റെ വാല്യൂ അതുപോലെ തന്നെ എഴുതാം. അപ്പോൾ ഇൻസേർഷൻ അൽഗോരിതത്തിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് റയറിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യുക, ദെൻ A(rare) = ഐറ്റം. ഇനി ഫ്രണ്ടിന്റെ വാല്യൂ 0 ആണ് ഇനീഷ്യലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ടിന്റെ വാല്യൂ 1 ആക്കിയിട്ട് സെറ്റ് ചെയ്യാം. ഈ ഒരു കേസിൽ ഫ്രണ്ടിന്റെ വാല്യൂ 1 സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കറിയാം ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇവിടെ അടുത്ത് ഇൻസേർട്ട് ചെയ്യും, ഇവിടെ അടുത്ത് ഇൻസേർട്ട് ചെയ്യും, ഇവിടെ അടുത്ത് ഇൻസേർട്ട് ചെയ്യാം. ഡിലീറ്റ് ചെയ്യുമ്പോൾ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്താലേ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്താലേ, അങ്ങനെയാണ് ഡിലീഷൻ നടക്കുന്നത്. ഇനി NQ25 അടുത്ത എലമെന്റ് നമ്മൾ ഇൻസേർട്ട് ചെയ്യണം. ഓൾറെഡി നമ്മുടെ ഈ അറേയിൽ 10, 15 ഇങ്ങനെയാണ് കിടക്കുന്നത്. റെയറിന്റെ വാല്യൂ ആദ്യം ഇൻക്രിമെന്റ് ചെയ്യുക. അപ്പോൾ 2 മാറിയിട്ട് 3 ആക്കാം. A(3) = 25 ഇൻസേർട്ട് ചെയ്തു. ഫ്രണ്ടിന് വാല്യൂ ചേഞ്ച് ഇല്ല, കാരണം ഇൻസേർട്ട് നടക്കുമ്പോൾ ആദ്യത്തെ കേസ് വെച്ച് ബാക്കിയുണ്ടെങ്കിലും ഫ്രണ്ടിന് വാല്യൂ ചേഞ്ച് ഇല്ല. നെക്സ്റ്റ് NQ30 പറയുമ്പോൾ ഇനീഷ്യലി 10, 15, 25 ഇനീഷ്യലി. ഇനി റയറിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യാം, 4 ആണ്. ഈ A(4)ലേക്ക് 30 ഇൻസേർട്ട് ചെയ്തു. ഫ്രണ്ടിന്റെ വാല്യൂന് ചേഞ്ച് ഇല്ല, 1 തന്നെ.
നെക്സ്റ്റ് DQ ആണ് പറഞ്ഞേക്കുന്നത്, ഡിലീഷൻ ഓപ്പറേഷൻ ആണ് പറഞ്ഞേക്കുന്നത്. നമ്മുടെ ഇനീഷ്യലി ഇതുപോലെ തന്നെ ആദ്യം ഒന്ന് എടുത്ത് എഴുതാം. 25 30 ഡിലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എ ഓഫ് ഫ്രണ്ട്, നമ്മൾ ഫ്രണ്ടിൽ നിന്നാണ് ഡിലീറ്റ് ചെയ്യുന്നത്. എ ഓഫ് ഫ്രണ്ട് ആണ് ഡിലീറ്റ് ചെയ്യുന്നത്. ഈ ഒരു വാല്യൂ നമ്മൾ ഡിലീറ്റ് ചെയ്ത് പോയി. ഈ ഒരു വാല്യൂ ഡിലീറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യണം? ഫ്രണ്ടിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യണം. ഡിക്രിമെന്റ് അല്ല ചെയ്യുന്നത്, ഇൻക്രിമെന്റ് ചെയ്യണം. കാരണം നമ്മൾ 2 എൻഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് ഡിലീറ്റ് ചെയ്യുന്നത് AF2 ആണ്. അതുകൊണ്ട് ഫ്രണ്ടിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യണം. റയറിന് ചേഞ്ച് ഒന്നുമില്ല, റയർ ഈക്വൽ ടു 4 തന്നെയാണ്. അപ്പൊ ഫ്രണ്ടിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്തു, റയറിന്റെ വാല്യൂ ഡിക്രിമെന്റ് ചെയ്തു. ഇങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ വന്നത്. അപ്പൊ നമ്മൾ ഇനി DQ ചെയ്യുമ്പോൾ, നെക്സ്റ്റ് DQ ചെയ്യുമ്പോൾ ഇവിടെ ഫ്രണ്ട് എന്ന് പറയാൻ നിൽക്കുന്നത് 2 ആയിരുന്നു. ഫ്രണ്ടിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. എന്നിട്ട് ഫ്രണ്ടിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യാം. അപ്പൊ ഫ്രണ്ടിന്റെ വാല്യൂ 3 ആയി, റയറിന്റെ വാല്യൂ 4 ആയി. ഈ ഒരു ക്യൂ നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഇത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നില്ല. അതായത് നമ്മളിങ്ങനെ ക്യൂ നിൽക്കുകയാണ്. ഇപ്പൊ ഇതൊരു സർവീസിന് വേണ്ടി നമ്മളെല്ലാവരും ഇങ്ങനെ ക്യൂ നിൽക്കാം. ക്യൂ നിന്നിട്ട് ആദ്യത്തെ സർവീസ് കഴിഞ്ഞു, നമ്മൾ നമ്മുടെ പൊസിഷൻ മാറുന്നില്ല, നമ്മുടെ പൊസിഷൻ അവിടെ തന്നെയാണ്. സർവീസ് നമ്മുടെ അടുത്തേക്കാണ് വരുന്നത്. അത് ഒരു പ്രശ്നമുണ്ട് ഈ ഒരു ക്യൂല്. നമ്മൾ ഒരാൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യണില്ല. അത് ഇതിൻ്റെ ഒരു പ്രശ്നമാണ്. ഈ ഒരു ക്യൂവിൻ്റെ ഒരു ലിമിറ്റേഷനാണ് ഇത്. ഒഴിവാക്കാൻ വേണ്ടി സർക്കുലർ ക്യൂ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പം ഈ ഒരു ക്യൂവിൻ്റെ ഉള്ളിൽ നമ്മൾ മൂവ് നടക്കണില്ല. അതായത് എവിടെയാണ് നമ്മൾ ഓൾറെഡി ഉള്ളത് അവിടെ തന്നെയാണ് നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത്. നെക്സ്റ്റ് അടുത്ത് നമുക്ക് ഡിലീറ്റ് ചെയ്യണം. ഇത് 25 30 ഇവിടെ നിന്ന് നമുക്ക് ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ ഈ ഫ്രണ്ട് 3 ആണ്. അപ്പോൾ ഫ്രണ്ടിൻ്റെ വാല്യൂ പോയി, ഫ്രണ്ടിൻ്റെ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്തിട്ട് 4 ആക്കി. റയറിന് ചേഞ്ച് ഒന്നുമില്ല, റയർ ഈക്വൽ ടു 4 തന്നെയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വാല്യൂ ഇൻസേർട്ട് നടക്കാം. ഡിലീഷൻ നടക്കുമ്പോൾ എന്ത് ചേഞ്ചസ് ഉണ്ട് നോക്കാം. ഇപ്പം നമ്മുടെ ഇനീഷ്യൽ വാല്യൂ ഇപ്പോൾ ഇവിടെ 4 30 ഉണ്ട്. ഫ്രണ്ടിൻ്റെ വാല്യൂ റയറിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. നമ്മൾ ആദ്യം തന്നെ ഒന്ന് എൻക്യൂ ചെയ്യാൻ പോകും ഒരു വാല്യൂ. ഇപ്പോൾ 22 നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി പോവാം. ഇൻസേർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ റയറിലേക്കൂടെയാണ് ഇൻസേർട്ട് ചെയ്യണത്, ബാക്കി കൂടെയാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ റയറിൻ്റെ ഇനീഷ്യൽ വാല്യൂ 4 ആണ്. ഇൻസേർട്ട് ചെയ്യുമ്പോൾ ആദ്യം റയർ ഇൻക്രിമെന്റ് ചെയ്യാം, ദെൻ അതിലേക്ക് വാല്യൂ ഐറ്റം ഇൻസേർട്ട് ചെയ്യാം. ഡിലീറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഫ്രണ്ടിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാം, എന്നിട്ട് ഫ്രണ്ടിൻ്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യാം. അങ്ങനെയാണ് ഡിലീഷനിൽ. ഇൻസേർട്ട് ചെയ്യുമ്പോൾ ആദ്യം ഇൻക്രിമെന്റ് ചെയ്യുക, ദെൻ ഇൻസേർട്ട് ചെയ്യുക. ഡിലീഷനിൽ ആദ്യം കളയുക, ദെൻ ഇൻക്രിമെന്റ് ചെയ്യുക. ഫ്രണ്ടിന് ചേഞ്ച് ഒന്നുമില്ല, ഫ്രണ്ട് 4 തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. നെക്സ്റ്റ് നമ്മൾ ഇതുപോലെ തന്നെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 28 ആണ് നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. 28 ഇപ്പം ഈ ഒരു തന്നെ നമ്മൾ എഴുതി 30 22. ഇവിടെ നോക്കുകയാണെങ്കിൽ റയറിൻ്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്തിട്ട് 6 ആക്കി മാറ്റി. റയറിൻ്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്തിട്ട് 6 ആക്കി. ഇനി നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി നോക്കി. ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ AO6 ഉണ്ടോ? AO6 ഇല്ല. AO6 ഇല്ലെങ്കിൽ ഓവർഫ്ലോ കണ്ടീഷനാണ്. ഇനി നമുക്ക് ഇവിടെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഈ ഒരു ക്യൂവിൽ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ സ്പേസ് ഉണ്ട്. പക്ഷെ ഇവിടെ അതാണ് ഈ ഒരു ക്യൂവിൻ്റെ പ്രശ്നം. ഫ്രണ്ടിൽ സ്പേസ് ഉണ്ടെങ്കിലും നമ്മൾ നിന്ന സ്ഥലത്ത് തന്നെ നിൽക്കുന്നത്, കയറാൻ വേണ്ടി പറ്റില്ല. അതാണ് ഇവിടെ എംപ്റ്റി സ്പേസ് ഉണ്ടായിട്ടും നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് ഈ ഒരു ക്യൂവിൻ്റെ പ്രശ്നം. ഇത് ഒഴിവാക്കാൻ സർക്കുലർ ക്യൂ കൊണ്ടുവരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ സർക്കുലർ രീതിയിൽ നമുക്ക് എവിടെ എംപ്റ്റി സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടുത്തെ ഓവർഫ്ലോ കണ്ടീഷൻ എന്ന് പറയാൻ നിൽക്കുന്നത് റയർ ഈക്വൽ ടു 5. ഇതാണ് ഓവർഫ്ലോ കണ്ടീഷൻ. റയറിന്റെ വാല്യൂ സൈസ്, റയർ ഈക്വൽ ടു 5 എന്നല്ല, റയർ ഈക്വൽ ടു സൈസ്, അതാണ് ഓവർഫ്ലോ കണ്ടീഷൻ. ഇവിടെ ഓവർഫ്ലോ കണ്ടീഷൻ വരെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ നോക്കാം. DQ നമ്മൾ DQ ചെയ്തു. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ 30 22 ആണുള്ളത്.
ഡി ക്യൂ ചെയ്യുമ്പോൾ എന്താവും, ഡി ക്യൂ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഫ്രണ്ടിലുള്ള വാല്യൂ, ഫ്രണ്ട് 4 ആണ്, ഇത് ഡിലീറ്റ് ചെയ്ത് പോവുക, ഫ്രണ്ട് ഇൻക്രിമെന്റ് ചെയ്തു, റയറിന് ചേഞ്ച് ചെയ്യുക, റയർ ഈക്വൽ ടു 5 എന്നാണ്. നെക്സ്റ്റ് വീണ്ടും നമ്മൾ ഡി ക്യൂ ചെയ്തു, നെക്സ്റ്റ് ഡി ക്യൂ ചെയ്തു. ഡി ക്യൂ ചെയ്യുമ്പോൾ ലാസ്റ്റ് കിടക്കണ, ഇപ്പം ലാസ്റ്റ് കിടക്കുന്ന വാല്യൂ ആണ് ഡിലീറ്റ് ചെയ്ത് കളയേണ്ടത്. ഒരു വാല്യൂ മാത്രമേ ഉള്ളൂ, അതായത് ഫ്രണ്ടിലുള്ള വാല്യൂ, ഫ്രണ്ട് ഈക്വൽ 5 ആണ്, പ്രീവിയസ് വൺ, അത് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഫ്രണ്ടിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യണം. ഇവിടെ ഫ്രണ്ടിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യാന്ന് വെച്ചെങ്കിൽ ഫ്രണ്ട് ഈക്വൽ 6 ആവും. അപ്പൊ 6 എന്ന് പറഞ്ഞിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ നമ്മൾ ഫ്രണ്ട് മാക്സിമം സൈസ് എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഡിലീറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിന്റെ വാല്യൂ 6 അല്ല ആക്കണ്ടേ, 0 ആക്കി മാറ്റണം. അതുപോലെ തന്നെ റയറിന്റെ വാല്യൂ 0 ആക്കിയിട്ട് മാറ്റണം. അപ്പൊ ഇവിടെ കുറേ കണ്ടീഷൻസുകൾ ഉണ്ട്. അതായത് ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് ഇനീഷ്യലി നമ്മുടെ ലിങ്ക് അറേ എം ടി ആണ്. എം ടി ആയിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിന്റെ വാല്യൂ 1 ആക്കണം, റയറിന്റെ വാല്യൂ 1 ആക്കണം. ഓവർഫ്ലോ കണ്ടീഷൻ, ഓവർഫ്ലോ കണ്ടീഷൻ എന്ന് പറയുന്നത് റയർ ഈക്വൽ ടു സൈസ്, അതാണ് ഓവർഫ്ലോ കണ്ടീഷൻ. ഇനി നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഡിലീറ്റ് ചെയ്യാൻ നോക്കിയെങ്കിൽ പറ്റില്ല, കാരണം ഫ്രണ്ടിന്റെ വാല്യൂ 0 ആണ്. അപ്പൊ ഫ്രണ്ട് ഈക്വൽ 0, അതാണ് നമ്മുടെ അണ്ടർഫ്ലോ കണ്ടീഷൻ. ഫ്രണ്ട് ഈക്വൽ 0, റയർ ഈക്വൽ 0, ഇതാണ് നമ്മുടെ അണ്ടർഫ്ലോ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇല്ലാത്ത അറേന്ന് നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ നോക്കി, ആണ് അണ്ടർഫ്ലോ കണ്ടീഷൻ. പിന്നെ ലാസ്റ്റ് ഇപ്പൊ ഫ്രണ്ട് ഈക്വൽ ടു 5 ആണ് കിടക്കണമെന്നുണ്ടെങ്കിൽ, ഫ്രണ്ട് ഈക്വൽ സൈസ് ആണ് കിടക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ഡിലീഷൻ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് 0 ആക്കണം, റയറും 0 ആക്കണം. ഈ ഒരു കണ്ടീഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ അൽഗോരിതം എഴുതുന്നത്, ഇൻസേർഷനും ഡിലീഷനും അൽഗോരിതം എഴുതുന്നത്. അപ്പോൾ അതിൻ്റെ അൽഗോരിതം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇൻസേർഷൻ്റെ അൽഗോരിതത്തിൽ നമ്മൾ 2-3 കണ്ടീഷൻസ് ചെക്ക് ചെയ്യാറുണ്ട്. നമ്മൾ മറ്റേ എക്സാമ്പിളിൽ കണ്ട ഓവർഫ്ലോ കണ്ടീഷനും അതുപോലെ തന്നെ ഇനീഷ്യലി ഫ്രണ്ട് ഈക്വൽ 0 ആണ്, എന്നിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് ചേഞ്ചസ് നടക്കും, ആ കണ്ടീഷൻസുകൾ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇൻസേർഷൻ അൽഗോരിതം ഇവിടെ എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഓവർഫ്ലോ കണ്ടീഷനാണ്. കാരണം നമ്മുടെ ഒരു ക്യൂവിൻ്റെ ഉള്ളിൽ ഇനി നമുക്ക് മാക്സിമം സൈസ് എത്തിക്കഴിഞ്ഞു, സ്പേസ് ഇല്ല എന്നല്ല, മാക്സിമം സൈസ് എത്തിക്കഴിഞ്ഞു. മാക്സിമം സൈസ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റില്ല. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ ഈ റയർ ഈക്വൽ ടു സൈസ്, അതായത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു, റയറിന്റെ വാല്യൂ മാക്സിമം സൈസ് എത്തി. ഇവിടെ സൈസ് എന്ന് പറയുന്നത് 5 ആണ്, സൈസ് 5 എത്തി. ഇനി ഇൻസേർട്ട് ചെയ്യാൻ നോക്കിയെങ്കിൽ പറ്റില്ല. ഇവിടെ സ്പേസ് ഉണ്ടായാലും ഇതാണ് നമ്മുടെ ഫ്രണ്ട്, ഇതാണ് നമ്മുടെ റയർ. ഇപ്പൊ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിവിടെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. റയർ ഈക്വൽ ടു സൈസ് ആണ് നമ്മുടെ ഓവർഫ്ലോ കണ്ടീഷൻ. അപ്പൊ ആദ്യം തന്നെ അതാണ് ചെക്ക് ചെയ്യേണ്ടത്. ഈ ഓവർഫ്ലോ കണ്ടീഷൻ അല്ലെങ്കിൽ നമ്മൾ 2 കണ്ടീഷൻ ചെക്ക് ചെയ്യണം. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഇനീഷ്യൽ കേസ്, ഫ്രണ്ട് ഈക്വൽ 0, റയർ ഈക്വൽ 0. അതായത് നമുക്ക് ഐറ്റം ഒന്നും ഇല്ലെങ്കിൽ ഫ്രണ്ടും 0 ആയിരിക്കും, റയറും 0 ആയിരിക്കും. ഐറ്റംസ് ഒന്നും ഇല്ല. അപ്പൊ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ട് ഈക്വൽ 0 മാത്രം ചെക്ക് ചെയ്താൽ മതി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഐറ്റം ഒന്നും ഇല്ല, നമുക്ക് ഡിലീറ്റ് ചെയ്യാനും ഐറ്റം ഒന്നും ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ടിന്റെ വാല്യൂ 1 എന്നാക്കണം, റയറിന്റെ വാല്യൂ 1 എന്നാക്കണം, രണ്ടും 1 ആക്കണം. ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം റയർ ആദ്യം ഇൻക്രിമെന്റ് ചെയ്തിട്ട് വേണം ഇൻസേർഷൻ നടക്കാൻ. അപ്പൊ ഫ്രണ്ട് ഈക്വൽ 1 ആക്കി വെക്കുക, റയർ ഈക്വൽ 1 ആക്കി വെക്കുക. ഇവിടെ നമ്മൾ ഇൻസേർഷൻ നടത്തിയിട്ടില്ല, ഇൻസേർഷൻ പിന്നെയാണ് നമ്മൾ നടത്തുന്നത്. അത് റയർ ഇൻക്രിമെന്റ് ചെയ്ത് വെച്ചു. ഇനി ഇത് ഓവർഫ്ലോ കണ്ടീഷൻ അല്ല, അതാണ് ഓവർഫ്ലോ കണ്ടീഷൻ അല്ല, അതാണ് എൽസോടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ എൽസിൽ തന്നെ നമ്മൾ അടുത്ത ഇഫ് യൂസ് ചെയ്തേക്കണം, അതായത് നെസ്റ്റഡ് ഇഫ് ആണ് ഇവിടെ വന്നേക്കുന്നത്. ഈ ഒരു ഇഫ് ഓവർഫ്ലോ കണ്ടീഷൻ വെക്കുന്നത് ഓവർഫ്ലോ കണ്ടീഷൻ അല്ല, ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൻ്റെ ഉള്ളിൽ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ടുണ്ട്, ഫ്രണ്ട് ഈക്വൽ 0. ഇനി ആ ഒരു പോസിബിലിറ്റി അല്ല, നമുക്ക് ഇനീഷ്യൽ വാല്യൂസ് അല്ല, നമ്മൾ കുറച്ച് വാല്യൂസ് ഒക്കെ കിടക്കുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷൻ ഉണ്ട്, ഫ്രണ്ട് ഈക്വൽ 1, റയർ ഈക്വൽ 2. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത് 3യിലാണ് അടുത്ത് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അതായത് റയർ ഈക്വൽ റയർ പ്ലസ് 1 ആക്കാം, റയറിന്റെ വാല്യൂ 3 ആക്കി മാറ്റാം. അപ്പൊ നമ്മൾ എൻഡ് ഇഫ് ചെയ്തു, അതായത് ഇനീഷ്യൽ വാല്യൂവിൽ നമ്മൾ റയർ ഇൻക്രിമെന്റ് ചെയ്തു, അല്ലാത്ത കേസിലും റയർ ഇൻക്രിമെന്റ് ചെയ്തു. ഇനിയാണ് നമ്മൾ ഇൻസേർഷൻ നടത്തുന്നത്. ഇൻസേർഷൻ നടത്താൻ വേണ്ടി ക്യൂ ഓഫ് റയർ ഈക്വൽ ടു ഐറ്റം.
ഇതിൽ ഏത് കണ്ടീഷൻ ആയാലും ഇതായാലും ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. അതാണ് ഈ ഒരു ഇഫിൽ ഇത് ചെയ്തിട്ട് അല്ലെങ്കിൽ എൽസ് കേസിൽ റയർ ഇൻക്രിമെന്റ് ചെയ്താലും പിന്നെ ഇവിടെ ഒരു എൻഡ് ഇഫ് കാണാൻ പറ്റും. ഏതായാലും ഈ സ്റ്റേറ്റ്മെന്റിലേക്ക് എന്തായാലും പോവും. ക്യൂ ഓഫ് റയർ ഈക്വൽ ടു ഐറ്റം ആ സ്റ്റേറ്റ്മെന്റിലേക്ക് എന്തായാലും പോവും. ക്യൂ ഓഫ് റയർ ഓഫ് ഐറ്റം എന്ന് പറയാൻ നിൽക്കുന്നത് ഇപ്പൊ എനിക്ക് 25 ആണ്. ഈ ഒരു കേസ് ആയിരുന്നെങ്കിൽ 25 ഇവിടെ ഇൻസേർട്ട് ചെയ്യും. ഇതല്ല, ഈ ഒരു കേസ് ആണെങ്കിൽ ഇവിടെ 25 ഇൻസേർട്ട് ചെയ്തിട്ട് പോകും. ഇത്രയുള്ള ഇൻസേർഷൻ്റെ അൽഗോരിതം. ആദ്യം ഓവർഫ്ലോ കണ്ടീഷൻ നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇനീഷ്യൽ കേസ് ചെക്ക് ചെയ്യാം. അതിൽ റയറിൻ്റെയും ഫ്രണ്ടിൻ്റെയും വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യാം. അല്ലാത്ത കേസാണെങ്കിൽ റയർ മാത്രം ഇൻക്രിമെൻറ്റ് ചെയ്യുക. ദെൻ ക്യൂ ഓഫ് റയർ ഈക്വൽ ടു ഐറ്റം. ഏത് കേസായാലും റയർ ഫസ്റ്റ് ഇൻക്രിമെൻറ്റ് ചെയ്യണം, എന്നിട്ടാണ് അതിലേക്ക് ഐറ്റം ഇൻസേർട്ട് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ഡിലീഷൻ്റെയും അൽഗോരിതം നമുക്ക് പഠിക്കാം. DQൻ്റെ അൽഗോരിതത്തിലും 2-3 കണ്ടീഷൻസ് ചെക്ക് ചെയ്യാനുണ്ട്. ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് അണ്ടർഫ്ലോ കണ്ടീഷനാണ്. അതായത് ഇതിൽ നമുക്ക് അണ്ടർഫ്ലോ മീൻസ് നമുക്ക് ഐറ്റം ഇല്ലാണ്ടും നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കി. അതാണ് അണ്ടർഫ്ലോ കണ്ടീഷൻ. ഇവിടുത്തെ അണ്ടർഫ്ലോ കണ്ടീഷൻ എന്ന് പറയുന്നത് ഫ്രണ്ട് ഈക്വൽ ടു 0. ഫ്രണ്ട് ഈക്വൽ ടു 0 ആയാലും അണ്ടർഫ്ലോ ആവുള്ളൂ, ഐറ്റം ഒന്നും ഇല്ലാത്തത്. ഫ്രണ്ടിൻ്റെ വാല്യൂ 1 ആയി കഴിഞ്ഞെങ്കിൽ ഐറ്റം ഉണ്ടാവും. ഫ്രണ്ട് ഈക്വൽ 0 അല്ലെങ്കിൽ ഫ്രണ്ട് ലെസ് ദാൻ 1, ഇതാണ് അണ്ടർഫ്ലോ കണ്ടീഷൻ. ഇനി അണ്ടർഫ്ലോ കണ്ടീഷൻ അല്ല, ഐറ്റം ഉണ്ട്, നമുക്ക് ഇനി ഡിലീറ്റ് ചെയ്യണം. ഐറ്റം ഉണ്ടായാലും അതിൽ വേറെ കേസുകളുണ്ട്. അപ്പം ഐറ്റം ഉണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ആ ഐറ്റം എടുത്ത് വെക്കുകയാണ്. ക്യൂ ഓഫ് ഫ്രണ്ട്. അത് ക്യൂ ഓഫ് ഫ്രണ്ട് 2 കേസുകൾ ഉണ്ടാവും. ഫസ്റ്റ് കേസ് എന്ന് പറയാൻ നിൽക്കുന്നത് ഫ്രണ്ടിൻ്റെ വാല്യൂ റെയറായി. നമ്മൾ ഓൾറെഡി ഐറ്റം എടുത്ത് കഴിഞ്ഞു. ഏതാണ് ഫ്രണ്ട് വന്നേക്കുന്നത് ആ ഐറ്റം ഓൾറെഡി എടുത്ത് കഴിഞ്ഞു. ഇപ്പം ഫസ്റ്റ് കേസ് എന്ന് പറയാൻ നിൽക്കുന്നത് ഇപ്പം ഇതാണ് നമ്മുടെ ക്യൂ എന്ന് പറയാൻ നിൽക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഐറ്റം എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഐറ്റം എടുത്ത് കഴിഞ്ഞു. ഫ്രണ്ടിൻ്റെ വാല്യൂ 3 ആയിരുന്നു. ഇതിൽ നിന്ന് ഐറ്റം എടുത്ത് കഴിഞ്ഞു. ഇതിൽ നിന്ന് ഐറ്റം എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തത്തിൽ എംപ്റ്റി ആയി മാറി. അപ്പോൾ ഫ്രണ്ടിൻ്റെ വാല്യൂ 0 ആക്കി മാറ്റണം, റയറിൻ്റെ വാല്യൂ 0 ആക്കി മാറ്റണം. ഇനീഷ്യലി ആദ്യം ഫ്രണ്ടിൻ്റെ വാല്യൂ 3യും റയറിൻ്റെ വാല്യൂ 3 ആണ്. അതായത് ഈ ഒരു കേസ് പറയുന്നത് ഫ്രണ്ടും റയറും സെയിം ആണ്. ഫ്രണ്ടും റയറും സെയിം മീൻസ് ആ ഒരു ക്യൂവിൽ ഒരു സിംഗിൾ എലമെന്റ് ഉള്ളൂ. ഈ ഒരു ക്യൂവിൽ സിംഗിൾ എലമെന്റ് ക്യൂ ആണെങ്കിൽ ആ ഒരു എലമെന്റ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇനീഷ്യൽ സ്റ്റേജിലേക്ക് എത്തും. ഫ്രണ്ടിന്റെ വാല്യൂ 0 ആവും, റയറിന്റെ വാല്യൂ 0 ആവും. സിംഗിൾ എലമെന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷനാണ് ഫ്രണ്ട് ഈക്വൽ ടു റയർ. ഫ്രണ്ടും റയറും സെയിം ആണെങ്കിൽ സിംഗിൾ എലമെന്റ് ആണ്. ഫ്രണ്ട് റയർ സെയിം ആണ്, ഒന്നല്ലെങ്കിൽ ഇവിടെ കൊടുത്തു ഫ്രണ്ട് ഈക്വൽ ടു 2, റയർ ഈക്വൽ ടു 2. ഇപ്പൊ ഫ്രണ്ട് റയറും സെയിം ആണെങ്കിൽ ഇത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടും 0 ആവും, റയറും 0 ആവും. ഈ സിംഗിൾ എലമെന്റ് അല്ല, ഒന്നിൽ കൂടുതൽ എലമെന്റ്സ് ഉണ്ട്. ഇവിടെ ഒറ്റ എലമെന്റ് ഇല്ലാത്ത കേസ് പറഞ്ഞു, ഇത് ഒരു എലമെന്റ് ഉള്ള കേസ്, ഇനി ഒന്നിൽ കൂടുതൽ എലമെന്റ്സ് ഉണ്ട്. ഒന്നിൽ കൂടുതൽ എലമെന്റ്സ് ആണെങ്കിൽ ഫ്രണ്ടും റയറും സെയിം ഒന്നും ആയിരിക്കില്ല, ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെ ആണെങ്കിൽ നമ്മൾ ഫ്രണ്ടിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്താൽ മതി. ഇൻസേർഷൻ നടക്കുമ്പോൾ റയറിന്റെ വാല്യൂ ആണ് നമ്മൾ ഇൻക്രിമെന്റ് ചെയ്യുന്നത്. ഡിലീഷൻ നടത്തുമ്പോൾ നമ്മൾ ഫ്രണ്ടിന്റെ വാല്യൂ ആണ് ഇൻക്രിമെന്റ് ചെയ്യുന്നത്. ഇനി ഈ ഒരു എൻഡിഫ് ക്ലോസ് ചെയ്യുക. എൻഡിഫ് എന്ന് പറയുന്നത് ഐറ്റം ഉണ്ട് എന്ന കേസിൽ എൻഡിഫ്, ഇതിൻ്റെ ഉള്ള എൻഡിഫ്. ഈ എൻഡിഫ് എന്ന് പറയുന്നത് മൊത്തത്തിൽ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാനുള്ള എൻഡിഫ്, ഇഫ് കേസിന്റെ എൻഡിഫ്. ഇപ്പൊ ഡിലീഷനിൽ നമ്മൾ ഐറ്റം എടുത്തു കഴിഞ്ഞിട്ട് ഫ്രണ്ടിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യാം. ഇൻസേർഷൻ്റെ ഉള്ളിൽ റയറിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്തിട്ടാണ് ഇൻസേർഷൻ നടക്കാൻ. റയറിൽ കൂടെയാണ് ഇൻസേർഷൻ, ഫ്രണ്ടിൽ കൂടെയാണ് ഡിലീഷൻ വരുന്നത്. അപ്പം ഇൻസേർഷനും ഡിലീഷനും 2 ഓപ്പറേഷൻസ് ആണ് ക്യൂവിലുള്ളത്. ഇൻസേർഷൻ ഓപ്പറേഷനെ NQ എന്ന് പറയും, ഡിലീഷൻ ഓപ്പറേഷനെ DQ എന്ന് പറയും. അപ്പോൾ ഇത് പെർഫോം ചെയ്യാൻ മറ്റേ സ്റ്റാക്കിനേക്കാളും കുറച്ചും കൂടി കണ്ടീഷൻസ് ഉണ്ട്, കാരണം 2 എൻഡ് പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ കണ്ടീഷൻസും ഇതുപോലെ തന്നെ കൂടും. 2 നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഫ്രണ്ട് നമ്മൾ ഡിലീഷന് വേണ്ടി, റയർ ഇൻസേർഷന് വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡിലീഷൻ നടക്കുമ്പോൾ നമ്മൾ ആദ്യം ഐറ്റം എടുത്തിട്ട് ഫ്രണ്ട് ഇൻക്രിമെന്റ് ചെയ്യാം. ഇൻസേർഷൻ നടക്കുമ്പോൾ റയർ ഇൻക്രിമെന്റ് ചെയ്തിട്ട് ഇൻസേർഷൻ പെർഫോം ചെയ്യാം. ഓക്കെ, താങ്ക് യു.